നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പാകിസ്ഥാനിലെ ആദ്യ പ്രതിരോധ സേനാ മേധാവിയായി അസീം മുനീറിനെ നിയമിക്കാൻ തുടങ്ങുമ്പോൾ മുട്ടിടിക്കുന്നത് ഷഹബാസിനാണ്. ഇനിയും പാകിസ്ഥാനിൽ നിന്നാൽ ഉണ്ടാകാൻ പോകുന്നത് ഇമ്രാൻഖാന്റെ വിധി തന്നെയാകുമെന്ന് ഷഹബാസിനറിയാം. ഇതോടെ രാജ്യം വിട്ട് ലണ്ടനിൽ അഭയം തേടാനാണ് ഷഹബാസിന്റെ തീരുമാനം. പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ അസീം മുനീർ രാജ്യത്തിന്റെ ആദ്യത്തെ ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സായി സ്ഥാനമേറ്റെടുത്തിരിക്കുകയാണ്. സൈന്യം അട്ടിമറിയിലൂടെ നേരിട്ട് അധികാരം പിടിച്ചെടുക്കാതെ തന്നെ രാജ്യത്തെ ഏറ്റവും ശക്തമായ അധികാര കേന്ദ്രമായി സൈന്യം മാറുകയാണ് പാകിസ്ഥാനിൽ. പാക് ഭരണഘടനയിലെ വിവാദമായ 27ാം ഭേദഗതിയിലൂടെ സൃഷ്ടിച്ച ഈ പദവി കര, വ്യോമ, നാവികസേനകളുടെയെല്ലാം തലവനായി അസീം മുനീറിനെ നിയമിക്കുന്നു. 5 വർഷമാണ് അദ്ദേഹത്തിന്റെ നിശ്ചിത കാലാവധി. 2019 പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ സർക്കാരിനു കീഴിൽ ലഫ്റ്റനന്റ് ജനറൽ അസീം മുനീർ ചുമതലയേറ്റ് 8 മാസത്തിനുള്ളിൽ ഇന്റർ സർവീസ് ഇന്റലിജൻസ് മേധാവി സ്ഥാനത്തു നിന്ന് നീക്കം ചെയ്യപ്പെട്ടിരുന്നു. ഇന്ന് 6 വർഷങ്ങൾക്കു ശേഷം മുനീർ രാജ്യത്തെ ആദ്യത്തെ പ്രതിരോധ സേനാ മേധാവിയാവുകയാണ്. പാകിസ്ഥാൻ ഭരണഘടനയുടെ വിവാദപരമായ 27ാം ഭേദഗതിയിലൂടെ സൃഷ്ടിക്കപ്പെട്ട ഒരു പദവിയാണ് ഇത്. മുനീർ ഇപ്പോൾ രാജ്യത്തെ 3 സേനകളായ കരസേന, വ്യോമസേന, നാവികസേന എന്നിവയെ നിയന്ത്രിക്കുന്നു. 2030 വരെ അദ്ദേഹം സേവനമനുഷ്ഠിക്കും. മറുവശത്ത് മുൻ പ്രധാനമന്ത്രിയും പാകിസ്ഥാൻ തെഹ്രീക്ക് ഇൻസാഫ് സ്ഥാപകനുമായ ഇമ്രാൻഖാൻ ജയിലിലാണ്. 2022 ഏപ്രിലിൽ ഖാൻ ദേശീയ അസംബ്ലിയിൽ നിർണായകമായ വിശ്വാസ വോട്ടെടുപ്പിൽ പരാജയപ്പെട്ടു. രാജ്യത്തിന്റെ ചരിത്രത്തിൽ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെടുന്ന ആദ്യത്തെ പ്രധാനമന്ത്രിയായി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് അവകാശപ്പെട്ട നിരവധി കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടതിനെ തുടർന്ന് 73കാരനായ ഖാൻ 2023 ഓഗസ്റ്റ് മുതൽ ജയിലിലാണ്. അതിനുശേഷം അദ്ദേഹം റാവൽപിണ്ടിയിലെ അഡിയാല ജയിലിൽ. 1 മാസത്തിലേറെയായി അദ്ദേഹത്തെ കാണാൻ അനുവദിച്ചിട്ടില്ലെന്ന് ഖാന്റെ കുടുംബം ആരോപിക്കുകയും അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ തെളിവ് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. പാകിസ്ഥാനിൽ പട്ടാളം അധികാരത്തിൽ പിടിമുറുക്കുന്നത് ആ രാജ്യത്തെ ജനങ്ങൾക്കോ പുറം നാടുകൾക്കോ പുതുമയുള്ള വർത്തമാനമല്ല. സൈനിക അട്ടിമറികളും ഹൈബ്രിഡ് ഭരണവും പേരിനു മാത്രമുള്ള സിവിലിയൻ സർക്കാരുകളുമാണല്ലോ പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യാനന്തര ചരിത്രം. ആ ചരിത്രത്തിന്റെ തുടർച്ചയായി ജനാധിപത്യത്തിന്റെ കല്ലറയിൽ തറയ്ക്കാനുള്ള ആണിയാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ ഒരുങ്ങുന്നത്. പാകിസ്ഥാനിലെ ആദ്യ പ്രതിരോധ സേനാ മേധാവിയായി അസീം മുനീറിനെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം പുറത്തിറക്കാനിരിക്കെയാണ് ഷഹബാസ് ഷെരീഫ് രാജ്യത്തുനിന്ന് വിട്ടുനിൽക്കുന്നതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. അസീം മുനീറിനെ CDF ആയുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിൽ നിന്ന് മനഃപൂർവ്വം ഒഴിവാകാൻ വേണ്ടിയാണ് ഈ വിട്ടുനിൽക്കൽ എന്ന് സംശയിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. രാജ്യത്തുനിന്ന് മാറി നിൽക്കുന്നതോടെ ഉത്തരവ് ഒപ്പിട്ടു എന്ന ഉത്തരവാദിത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഷഹബാസ് ഷെരീഫിന് കഴിയുമെന്ന് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറി ബോർഡ് മുൻ മെമ്പർ തിലക് ദേവാഷർ ANIയോട് പറഞ്ഞു. ഷഹബാസ് ഷെരീഫ് ബഹ്റൈനിലേക്കും അവിടെ നിന്ന് ലണ്ടനിലേക്കും പോയതായും അദ്ദേഹം പറഞ്ഞു. ഭരണഘടനയുടെ 27ാം ഭേദഗതിയിലൂടെ സൃഷ്ടിക്കപ്പെട്ട CDF പദവി ഫീൽഡ് മാർഷൽ അസീം മുനീർ ഏറ്റെടുക്കുന്നതോടെ പാകിസ്ഥാന്റെ ചരിത്രത്തിലെ ഏറ്റവും ശക്തനായ സൈനിക മേധാവിയായി അസീം മുനീർ മാറും. ഭരണഘടനയുടെ 27ാം ഭേദഗതിയിലൂടെ പുതുതായി CDF പദവി സൃഷ്ടിച്ച് സൈനിക ശക്തി പിടിച്ചെടുക്കാനാണ് നിലവിലെ സൈനിക മേധാവിയായ അസീം മുനീറിന്റെ നീക്കം. നവംബർ 29-ന് CDF പദവി അസീം മുനീർ ഏറ്റെടുക്കേണ്ടതായിരുന്നു. എന്നാൽ ഷഹബാസ് ഷെരീഫ് രാജ്യത്തുനിന്ന് വിട്ടുനിൽക്കുന്നതോടെ സ്ഥാനാരോഹണം വൈകുന്നതായാണ് വിവരം. CDF പദവി കൈവരുന്നതോടെ പാകിസ്ഥാനിലെ ഏറ്റവും ശക്തനായ സൈനിക മേധാവിയായി അസീം മുനീർ മാറും. ഭരണഘടനയുടെ 27ാം ഭേദഗതിയിലൂടെ പുതുതായി CDF പദവി സൃഷ്ടിച്ച് സൈനിക ശക്തി പിടിച്ചെടുക്കാനാണ് നിലവിലെ സൈനിക മേധാവിയായ അസീം മുനീറിന്റെ നീക്കം. അസീം മുനീറിന് 5 വർഷത്തേക്ക് CDF പദവി നൽകുന്നതാണ് വിജ്ഞാപനം. കരസേനാ മേധാവി എന്ന നിലയിൽ അസീം മുനീറിന്റെ കാലാവധി അവസാനിച്ചിരുന്നു. ഇതേ തുടർന്നാണ് നിശബ്ദ അട്ടിമറിയിലൂടെ CDF പദവി കൈപ്പിടിയിലൊതുക്കാൻ ശ്രമം നടത്തിയത്. ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇത് വിജയകരമായി നടപ്പിലാക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി വിജ്ഞാപനത്തിൽ ഒപ്പിടുന്നതോടെ പാക് സൈന്യം അസീം മുനീറിന്റെ ചൊൽപ്പടിയിലാകും. പാകിസ്ഥാൻ ഭരണഘടന അനുസരിച്ച് ഫെഡറൽ സർക്കാരിനാണ് സായുധ സേനയുടെ നിയന്ത്രണവും കമാൻഡും ഉണ്ടായിരിക്കേണ്ടത്. എന്നാൽ ആർട്ടിക്കിൾ 243 പരിഷ്കരിക്കാനുള്ള നീക്കത്തിലൂടെ സൈന്യത്തിന്റെ സ്വാധീനം കൂടുതൽ വർദ്ധിക്കുമെന്നാണ് വിലയിരുത്തൽ. സൈനിക തലവന്മാരിൽ ഏറ്റവും മുതിർന്ന പദവിയായിരുന്ന ചെയർമാൻ ഓഫ് ജോയിന്റ് ചീഫ്സ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റി എന്ന തസ്തിക ഭേദഗതിയിലൂടെ നിർത്തലാക്കി. 1971-ലെ ഇന്ത്യയുമായുള്ള യുദ്ധത്തിലെ പരാജയത്തിനു ശേഷം 1976-ൽ മുൻ പ്രധാനമന്ത്രി സുൽഫിക്കർ അലി ഭൂട്ടോ സ്ഥാപിച്ചതായിരുന്നു ഈ പദവി. CDF സ്ഥാനമേറ്റതോടെ ഈ പദവിയുടെ കാലഘട്ടം അവസാനിച്ചു. 27ാം ഭേദഗതിയിലൂടെ കരസേനാ മേധാവിയെ മറ്റ് 2 സേനാ മേധാവികൾക്ക് മുകളിലേക്ക് ഉയർത്തുകയും രാജ്യത്തിന്റെ ആണവായുധ സംവിധാനങ്ങളുടെ പൂർണ്ണ ചുമതല നൽകുകയും ചെയ്തു.
അതുപോലെ 3 സേനകളുടെയും മൊത്തത്തിലുള്ള നിയന്ത്രണം പ്രസിഡന്റിലും ക്യാബിനറ്റിലുമായിരുന്നെങ്കിൽ അത് CDF-ലേക്ക് മാറ്റി സ്ഥാപിച്ചു. 1947 രാജ്യം രൂപീകരിച്ചതു മുതൽ പാകിസ്ഥാൻ സൈനിക സിവിലിയൻ ഭരണങ്ങൾക്കിടയിൽ അസ്ഥിരമായി നിലനിൽക്കുകയാണ്. 1999 അധികാരം പിടിച്ചെടുത്ത് 2008 വരെ ഭരിച്ച പർവേസ് മുഷറഫാണ് അവസാനമായി പരസ്യമായി ഭരണം നടത്തിയ സൈനിക നേതാവ്. അതിനുശേഷം സിവിലിയൻ ഭരണകൂടങ്ങളാണ് അധികാരത്തിലെങ്കിലും രാഷ്ട്രീയത്തിലും സാമ്പത്തിക കാര്യങ്ങളിലും സൈന്യത്തിന്റെ സ്വാധീനം ശക്തമായി നിലനിന്നു പോന്നിരുന്നു. നിലവിലെ ഭരണത്തെ ഹൈബ്രിഡ് ഭരണമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിശേഷിപ്പിച്ചു പോരുന്നത്. ഈ മാറ്റങ്ങൾ മുനീറിന് രാജ്യത്തെ പ്രസിഡന്റിന്റെ തുല്യമായ നിയമപരമായ പരിരക്ഷയാണ് നൽകുന്നത്. പ്രസിഡന്റിനെ പോലെ ഫീൽഡ് മാർഷൽ പദവിയുള്ള അദ്ദേഹത്തിന് ഇനി മുതൽ ഏതൊരു നിയമ നടപടിയിൽ നിന്നും ആജീവാനന്ദ പ്രതിരോധം ലഭിക്കും. ഈ സംരക്ഷണം വ്യോമസേന, നാവികസേന മേധാവികൾക്കും ബാധകമാണ്. സൈന്യത്തിന്മേലുള്ള ഗവൺമെന്റിന്റെ മേൽനോട്ട അധികാരം കുറയ്ക്കുന്ന ഭേദഗതികളും വന്നിട്ടുണ്ട്. ആർമി വൈസ് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് നിയമനത്തിന് ശുപാർശ നൽകാനുള്ള അധികാരം CDF-ന് ലഭിച്ചു. നേരത്തെ ഈ നിയമനങ്ങൾ നടത്താനുള്ള അധികാരം സിവിൽ ഗവൺമെന്റിനായിരുന്നു. ഇതോടെ ഫീൽഡ് മാർഷൽ അസീം മുനീർ പാകിസ്ഥാനിലെ ഏറ്റവും ശക്തനായ മനുഷ്യനായി മാറിയിരിക്കുന്നു. അദ്ദേഹത്തിന് കൂടുതൽ അധികാരം നൽകിയത് രാഷ്ട്രീയക്കാരാണ്. അവരുടെ ഹ്രസ്വകാല താൽപര്യങ്ങൾക്കായി അവർ പാകിസ്ഥാന്റെ ദീർഘകാല താൽപര്യങ്ങളെ അപകടത്തിലാക്കി എന്നാണ് പ്രതിരോധ വിദഗ്ധനായ നയീം ഖാലിദ് ലോധിയുടെ പ്രതികരണം. ഇന്ത്യ-പാക് സംഘർഷത്തിൽ കനത്ത നഷ്ടം സംഭവിച്ചതിന് ആഴ്ചകൾക്കു ശേഷം മുനീറിനെ പാകിസ്ഥാൻ ഫീൽഡ് മാർഷലായി ഉയർത്തിയിരുന്നു. എന്നാൽ ഫീൽഡ് മാർഷൽ പദവിക്ക് നിലവിൽ പാകിസ്ഥാൻ ഭരണഘടനയിൽ നിയമപരമായ സ്ഥാനമില്ല. ഔദ്യോഗികമായി ഈ വർഷം നവംബർ 28-ന് മുനീർ വിരമിക്കേണ്ടതായിരുന്നു. അതുകൊണ്ട് തന്നെ ആർട്ടിക്കിൾ 243 ഭേദഗതി ചെയ്യുന്നതിന് മുനീറിന് സുരക്ഷിതവും ദീർഘിപ്പിച്ചതുമായ സ്ഥാനം നൽകാനുള്ള ശ്രമമാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ അസീം മുനീറിന് അടുത്ത 5 വർഷത്തേക്ക് CDF സ്ഥാനത്തിരുത്താൻ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന് താൽപര്യമില്ല എന്നാണ് വിവരം. ഇതിന്റെ പശ്ചാത്തലത്തിൽ ബുദ്ധിപൂർവ്വം അദ്ദേഹം രാജ്യത്തുനിന്ന് വിട്ടുനിൽക്കുന്നതാണ് എന്ന് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ബോർഡ് മുൻ അംഗവും പാകിസ്ഥാനെക്കുറിച്ചുള്ള നിരവധി ഗ്രന്ഥങ്ങളുടെ കർത്താവുമായ തിലക് ദേശാവർ പറയുന്നു. അനന്തരഫലങ്ങളിൽ നിന്ന് ഒരു രക്ഷപ്പെടലാണ് ഇത്. രാജ്യത്തുനിന്ന് മാറി നിൽക്കുന്നതോടെ വിജ്ഞാപനത്തിൽ ഒപ്പിടേണ്ടി വരില്ല. അതുകൊണ്ടാണ് ഷഹബാസ് ഷെരീഫ് മറ്റു രാജ്യങ്ങളിലേക്ക് മാറിയത് എന്ന് ദേശാവർ പറയുന്നു. കരസേനാ മേധാവിയുടെ കാലാവധി അവസാനിച്ചതോടെ പാക് സൈന്യം വൻ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. നിലവിൽ സൈനിക മേധാവി ഇല്ലാത്ത സാഹചര്യമാണ് ഉള്ളത്. സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡിന് കീഴിൽ വരുന്ന ആണവ കമാൻഡ് അതോറിറ്റിക്ക് പോലും നേതൃത്വമില്ലാത്ത അവസ്ഥ. ഇത് വളരെ വിചിത്രമായ സാഹചര്യമാണെന്നും ദേവാഷർ ചൂണ്ടിക്കാട്ടുന്നു. നവംബർ 29-നായിരുന്നു അസീം മുനീറിനെ CDF-ആയി നിയമിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം പുറത്തു വരേണ്ടിയിരുന്നത്. കരസേനാ മേധാവി എന്ന നിലയിൽ അസീമിന്റെ കാലാവധി അവസാനിച്ച ദിവസമായിരുന്നു അത്. എന്നാൽ നവംബർ 29-ന് ഈ വിജ്ഞാപനം ഇറങ്ങിയിട്ടില്ല. ഇതേസമയം പാകിസ്ഥാൻ സൈന്യം പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്നും തിലക് ദേവാഷർ പറയുന്നു. നിലവിൽ അസീം മുനീറിന്റെ കരസേനാ മേധാവി സ്ഥാനം അവസാനിച്ചു. അതായത് പാകിസ്ഥാന് ഒരു സൈനിക മേധാവി ഇല്ലാത്ത അവസ്ഥയാണ്. ഫലത്തിൽ സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡിന് കീഴിൽ വരുന്ന ആണവ കമാൻഡ് അതോറിറ്റിക്ക് പോലും നേതൃത്വമില്ലാത്ത അവസ്ഥ. ഇത് വളരെ വിചിത്രമായ സാഹചര്യമാണെന്നും CDF വിജ്ഞാപനം ആവശ്യമാണോ എന്ന കാര്യത്തിൽ നിയമവിദഗ്ധർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്നുമാണ് റിപ്പോർട്ട്. ആണവായുധ രാജ്യമായ പാകിസ്ഥാന് ഒരു സൈനിക മേധാവിയോ ആണവ കമാൻഡ് അതോറിറ്റിയുടെ ചുമതലയുള്ള ഒരാളോ ഇല്ലാതെ പ്രവർത്തിക്കാൻ കഴിയില്ലെന്നും രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു. അതേസമയം ആദിയാല ജയിലിൽ തടവിൽ കഴിയുന്ന പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടെന്ന അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നതിനിടെ റാവൽപിണ്ടിയിൽ സർക്കാർ കർഫ്യൂ ഏർപ്പെടുത്തി. പൊതുചടങ്ങുകളും റാലികളും കൂടിച്ചേരലുകളും നിരോധിച്ചു. ഇമ്രാൻഖാന്റെ പാർട്ടിയായ പാകിസ്ഥാൻ തെഹ്രീക്കെ ഇൻസാഫ് പാർട്ടിയുടെ പ്രതിഷേധം കണക്കിലെടുത്താണ് തീരുമാനം. ഇമ്രാൻഖാനെ ജയിലിൽ കാണാൻ അനുവദിക്കണമെന്നും നിലവിലെ ആരോഗ്യാവസ്ഥ വെളിപ്പെടുത്തണമെന്നും പാർട്ടി ആവശ്യപ്പെടുന്നു. ഇമ്രാൻ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടെന്നും മൃതദേഹം മാറ്റിയെന്നും അഫ്ഗാനിസ്ഥാനിലെയും ബലൂചിസ്ഥാനിലെയും ചില സമൂഹ മാധ്യമങ്ങളിൽ വാർത്ത വന്നതിനെ തുടർന്ന് പാകിസ്ഥാനിൽ വലിയ പ്രതിഷേധമാണ് നടക്കുന്നത്. വാർത്ത നിഷേധിച്ച അധികൃതർ ഇമ്രാൻഖാനെ കാണാൻ കുടുംബത്തെ അനുവദിച്ചിട്ടില്ല. സർക്കാരിന് എന്തൊക്കെയോ മറച്ചുവെക്കാനുള്ളതിനാലാണ് ആരെയും കാണാൻ അനുവദിക്കാത്തത് എന്നാണ് തെഹ്രീക്കെ ഇൻസാഫ് നേതാക്കൾ പറയുന്നത്. ഇമ്രാനെ കാണാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ആദിയാല ജയിലിന് പുറത്തു കാത്തുനിന്ന സഹോദരിമാരായ അലീമ ഖാൻ, ഡോക്ടർ ഉസ്മ ഖാൻ, നൂറിൻ നിയാസി എന്നിവരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കുകയും മർദ്ദിക്കുകയും ചെയ്തിരുന്നു. ഇതോടെ ഇമ്രാൻ മരിച്ചതായ അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂടിയിട്ടുണ്ട്. പാകിസ്ഥാൻ തെഹ്രീക്കെ ഇൻസാഫ് പാർട്ടിയുടെ ആയിരക്കണക്കിന് പ്രവർത്തകരാണ് ജയിലിനു മുന്നിലേക്ക് ഒഴുകിയെത്തിയത്. 1 മാസത്തിലധികമായി കുടുംബാംഗങ്ങൾക്കോ അഭിഭാഷകർക്കോ ഇമ്രാനെ കാണാൻ അനുമതി ലഭിച്ചിട്ടില്ല.
ഒരു കാലത്ത് ലോകകപ്പ് ജേതാവായ ക്രിക്കറ്റ് കളിക്കാരനായിരുന്ന ഖാൻ ഇപ്പോൾ 800 ദിവസത്തിലേറെയായി ജയിലിലാണ്. പാർട്ടി ചിഹ്നം നിരോധിക്കുകയും പ്രസംഗങ്ങൾ സെൻസർ ചെയ്യുകയും ചെയ്തതോടെ ഏകാന്ത തടവിൽ കഴിയേണ്ടി വന്നിട്ടും ഖാൻ പാകിസ്ഥാനിലുടനീളം പൊതുജന പിന്തുണ നേടുന്നു. ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് അദ്ദേഹം ഇപ്പോൾ ഒരു രാഷ്ട്രീയക്കാരൻ മാത്രമല്ല, നീതി തേടുന്ന ഒരു രാജ്യത്തിന്റെ ധാർമ്മിക നേതാവ് കൂടിയാണ്. മലയാളി വാർത്ത ഇൻസൈഡ്.